Hi and welcome to the new video. In this video, I'll be giving a brief introduction about three-phase AC systems and the advantages of three-phase AC systems or polyphase system. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാം പറഞ്ഞത് സിംഗിൾ ഫേസ് AC ആണ്. ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫേസ് ഇൻ മീനിങ് വരുന്നത് വൈൻഡിങ് എന്നുള്ള രീതിക്ക് എടുക്കാം. സോ ഫേസ് മീൻസ് വൈൻഡിങ്. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. ഇപ്പോൾ 2 ഫേസ് എന്ന് പറഞ്ഞാൽ 2 വൈൻഡിങ്, 3 ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ 3 വൈൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു AC സിസ്റ്റത്തിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് സിംഗിൾ ഫേസും 3 ഫേസും ആണ്. അതിൻ്റെ മീനിങ് ഈ 2 സിസ്റ്റം മാത്രമേ ഉള്ളൂ എന്നല്ല, വേറെ ഒരുപാട് സിസ്റ്റംസ് അവൈലബിൾ ആണ്. 2 ഫേസും 3 ഫേസും 4 ഫേസ്. ഈവൻ നമ്മളുടെ ഫാനിലുള്ള മോട്ടർ, ഇൻഡക്ഷൻ മോട്ടറാണ്, അത് സിംഗിൾ ഫേസ് ആണെങ്കിലും 2 ഫേസ് ആയിട്ടാണ് അതിനെ സെൽഫ് സ്റ്റാർട്ടിങ് ആക്കുന്നത്. കപ്പാസിറ്റർ സ്റ്റാർട്ട് കപ്പാസിറ്റർ മോട്ടർ എന്ന് പറയുക, ഒരു ഓക്സിലറി വൈൻഡിങ്ങും കപ്പാസിറ്റർ വെച്ച് അതിനെ 2 ഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് എന്താ AC ആണെങ്കിൽ സിംഗിൾ ഫേസ് ആയിട്ടും 3 ഫേസും ആയിട്ടാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 50 Hz AC ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ വോൾട്ടേജ് ലെവലിലുള്ള ഡിഫറൻസുകൾ പറയാറുണ്ട്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 വോൾട്ടാണ് RMS വരുന്നത്, മറ്റേതാണെങ്കിൽ 415 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കയ്യിലോട്ടൊക്കെ പോകാം. അപ്പോൾ സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസും ന്യൂട്രലും രണ്ട് കണ്ടക്ടർ ഉണ്ടാവുള്ളൂ. സിംഗിൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ്, സിംഗിൾ ആർമേച്ചർ വൈൻഡിങ്, അത്രയേ ഉള്ളൂ. ഇനി പോളിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്ത് പോളിഫേസ് എന്നാണ് പറയുക. പോളിഫേസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഫേസ് ഉള്ള എല്ലാറ്റിനെയും പോളിഫേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ജനറൽ ആയിട്ട് പറയുന്നത് 3 ഫേസ് ആണ്. 3 ഫേസ് വൈൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ 3 കോയിൽ ഉണ്ടാവും. ആൻഡ് 3 ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രിയാണ് നമ്മളൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് രീതി പ്രകാരം 3 ഫേസ് വരുമ്പോൾ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക 360/3 എന്ന് പറയുന്ന 120 ഡിഗ്രിയിലാണ്. 3 വൈൻഡിങ്ങുകൾ 120 ഡിഗ്രിയിൽ ഫേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്തിലാണ് 3 ഫേസിലാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ 3 സിംഗിൾ ഫേസിൻ്റെ ഒരു ഇക്വാലൻ്റ് ആയിട്ടാണ് ഇത് കാണാവുന്നത്. ഫ്രീക്വൻസി ഒക്കെ സെയിം ആണ്. അങ്ങനത്തെ 3 വോൾട്ടേജുകൾ അവിടെ ജനറേറ്റ് ചെയ്യും. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലാണ് എല്ലാം, ജനറേഷൻ ആയാലും ട്രാൻസ്മിഷൻ ആയാലും ഒക്കെ. പക്ഷേ ഇതിനെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് പറയാം. അഡ്വാൻറ്റേജസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് പോളിഫേസ് സിസ്റ്റംസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് AC എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഇപ്പോൾ ഏത് ചോദിച്ചാലും നിങ്ങൾ സെയിം ആൻസർ തന്നെ എഴുതുക. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ capable and reliable than സിംഗിൾ ഫേസ്. സിംഗിൾ ഫേസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാപ്പബിലിറ്റിയും റിലയബിലിറ്റിയും. ബേസിക്കലി നമ്മൾ സിംഗിൾ ഫേസിന് 3 ഫേസിലോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ, നമ്മൾ വീടുകളിലൊക്കെ ജനറൽ കണക്ഷൻ സിംഗിൾ ഫേസ് ആയിരിക്കും. 3 ഫേസിലോട്ട് പോകുന്നത് എന്ന് പറയുന്നത് പവർ ഡിമാൻഡ്, പവർ കണക്റ്റഡ് ലോഡ് കൂടുമ്പോഴാണ് നമ്മൾ എന്തിലോട്ട് കിടക്കുക, 3 ഫേസിലോട്ട് കിടക്കുക. അപ്പോൾ അത് പവർ ഡിമാൻഡ് കൂടുതൽ സപ്ലൈ ചെയ്യാൻ 3 ഫേസ് എന്നുള്ള മീനിങ്. ഇതല്ലാത്ത കേസൊക്കെ ഉണ്ട്. എന്താ പറയുക, സിംഗിൾ ഫേസിൽ തന്നെ കൂടിയ പവറിൽ ഓടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാക്ഷനാണ്. അതായത് റെയിൽവേയിൽ 11 kVയിലുള്ള സിംഗിൾ ഫേസ് സിസ്റ്റം വെച്ചിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. അവിടെ അത് റൺ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആയി കഴിഞ്ഞാൽ കണ്ടക്ടറിൻ്റെ എണ്ണം കൂടും, അപ്പോൾ അവിടെ എക്കണോമിക്കൽ ആവില്ല. അപ്പോൾ ആ ഒരു ബേസിലാണ് സിംഗിൾ ഫേസ് 11 kVയിൽ അത് ഓടിക്കുന്നത്. അല്ലാത്ത കേസിൽ നമ്മൾ 3 ഫേസിനെ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ക്യാപ്പബിൾ ആണ് ആൻഡ് മോർ റിലയബിൾ ദാൻ സിംഗിൾ ഫേസ്. ആൻഡ് ജനറേഷൻ ഈസ് ചീപ്പർ. ജനറേഷൻ ചീപ്പറാണ്. അതേപോലെ ഹയർ എഫിഷ്യൻസിയും ഹയർ പവർ ഫാക്ടറും ആണ്. എഫിഷ്യൻസിയും പവർ ഫാക്ടറും ഒക്കെ ബെറ്റർ ആണ്. ആൻഡ് ഫോർ ദ സെയിം സൈസ് ഔട്ട്പുട്ട് ഓഫ് പോളിഫേസ് സിസ്റ്റം വിൽ ബി മോർ. അതായത് ഒരേ സൈസുള്ള മെഷീൻ എടുത്തു കഴിഞ്ഞാൽ പോളിഫേസ് അല്ലെങ്കിൽ 3 ഫേസ് ഉണ്ടാക്കുന്ന പവർ കൂടുതൽ, അല്ലെങ്കിൽ സെയിം പവർ ഉണ്ടാക്കാൻ സൈസ് കുറവ് മതി. ഏതിന്? 3 ഫേസ് മെഷീന്. സിംഗിൾ ഫേസിന് സൈസ് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ലൈറ്റർ ആണ്, ചീപ്പറാണ്. ഓക്കെ, ഹയർ പവർ ജനറേഷൻ. സോ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്, ബട്ട് പോളിഫേസ് മോട്ടോഴ്സ് ആർ സെൽഫ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. നമുക്ക് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ സ്റ്റാർട്ട് ആവും, പക്ഷേ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് അങ്ങനെ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഫാനിൽ എന്താ അങ്ങനെ സ്റ്റാർട്ട് ആവുന്നുള്ളത്. ഞാൻ പറഞ്ഞു, അതിനെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വഴി 2 ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു അഡീഷണൽ ഓക്സിലറി വൈൻഡിങ് കപ്പാസിറ്റി വെച്ച്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ ഫാൻ കറങ്ങില്ല. നേരെ കയറി നമ്മൾ കൈ കൊണ്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കറങ്ങിക്കോളും, ബട്ട് ഇനീഷ്യലി അത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങില്ല. അപ്പോൾ അതിനുള്ളൊരു സ്റ്റാർട്ടിങ് അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുത്തിട്ടാണ് അതിനങ്ങനെ ആക്കിയിട്ടുള്ളത്. 3 ഫേസിൽ ആ അഡീഷണൽ സ്റ്റാർട്ടിങ് അറേഞ്ച്മെൻറ്റ് ആവശ്യമില്ല. ദെൻ പാരലലിംഗ് ഓഫ് 3 ഫേസ് ഓൾട്ടർനേറ്റീവ്സ് ഈസ് ഈസി. പാരലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് KCB ആണ് ഇപ്പോൾ പവർ വരുന്നതെങ്കിലും ഒരൊറ്റ ആൾട്ടർനേറ്റീവ് ഒന്നല്ല ഈ പവർ വരുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ ഒരുപാട് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അവർ പാരലൽ ചെയ്യാന്നാണ് പറയുക, എല്ലാവരും ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ. അത് സിംഗിൾ ഫേസിനെക്കാട്ടിലും എളുപ്പം 3 ഫേസിലാണ്. പിന്നെ സിംഗിൾ ഫേസ് സപ്ലൈ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം 3 ഫേസ് സപ്ലൈ. 3 ഫേസിന് 3 സിംഗിൾ ഫേസ് ആക്കി എടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈൻസ് ആർ മോർ എഫിഷ്യൻ്റ് ആൻഡ് എക്കണോമിക്കൽ. 3 ഫേസ് ട്രാൻസ്മിഷൻ ആണ് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് 3 ഫേസ് അല്ലെങ്കിൽ പോളിഫേസിൻ്റെ.